ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ജിമ്മിന് പോകുന്നവർക്കും ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ചിക്കൻ തീരെ ഓയിലൊന്നും ചേരാതെ ചെയ്യുന്ന ഒരു പാചക രീതിയാണെന്ന് ഇന്നത്തെ എൻ്റെ റെസിപ്പിയിൽ. അപ്പോൾ അതിനായിട്ട് ഞാൻ നാല് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അതിനാവശ്യമായ ഉപ്പ്, 2 ടീസ്പൂൺ തൈര് എല്ലാം കൂടി ഒഴിച്ച് പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂണ്, അതൊരു ചെറിയൊരു 1/2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചിട്ട്, അത് എള്ളെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ആ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റി പച്ചമണം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി പുരട്ടി വെച്ചു. പിന്നെ അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂർ അങ്ങനെ വെക്കുക. പിന്നീട് ഫ്രൈ പാനിൽ ഒരു വാഴയില വാട്ടിയിട്ട് അതിനെ നടുക്ക് വയ്ക്കണം. വാട്ടിയ വാഴയില ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ട് ഒരു സബോള, ഒരു തക്കാളി, അതൊക്കെ വട്ടത്തിൽ അരിഞ്ഞിട്ട് തക്കാളി ആ ഇലയിൽ നിരത്തി വയ്ക്കുക. ഇല വെച്ചിട്ട് അതിൽ അരിഞ്ഞ തക്കാളി ഒരെണ്ണം, ഒരു നല്ല അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ തക്കാളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അത് ആ ഇലയിലൊക്കെ പരത്തി വെച്ചു. കണ്ടോ അങ്ങനെ. പിന്നെ അതിൻ്റെ മീതെ ചിക്കൻ പീസ് നിരത്തി വയ്ക്കണം. ചിക്കൻ്റെ പീസ് ആ തക്കാളിയുടെ മീതെ ഒക്കെ അങ്ങനെ ഓരോന്നായിട്ട് പരത്തി വയ്ക്കുക. പിന്നെ അതിൽ ബാക്കി വന്ന മസാലകളൊക്കെ തുടച്ച് ചിക്കൻ്റെ മീതെ തന്നെ ഒഴിക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ചേർത്തിട്ട് അങ്ങനെ ചിക്കൻ്റെ മീതെ ഒഴിക്കുക. പിന്നെ സബോള അരിഞ്ഞതും കൂടി ചിക്കൻ്റെ മീതെ പരത്തി വയ്ക്കുക. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കനം കുറഞ്ഞരിഞ്ഞത് നിരത്തി വയ്ക്കുക. അതുമേ പിന്നീട് ആ ഇല മടക്കിയിട്ട് ചെറിയൊരു പ്ലേറ്റ് കൊണ്ട് അതുമ്മേ കമിഴ്ത്തി വയ്ക്കണം. ചെറിയ പ്ലേറ്റ്, അത് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടൊരു പ്ലേറ്റ് കമിഴ്ത്തി വയ്ക്കുക. കെട്ടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വീണ്ടും തുറന്നിട്ട് അതൊന്ന് ഇളക്കി നോക്കാനും ഒക്കെ ബുദ്ധിമുട്ടാവും. ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോൾ അതിൽ നല്ലോണം വെള്ളം ഊറി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പ്ലേറ്റ് വെച്ചിട്ട് കമിഴ്ത്തി വയ്ക്കണത്. പിന്നെ പാകത്തിനുള്ളൊരു പ്ലേറ്റ് അതിലേക്ക് കമിഴ്ത്തി വയ്ക്കുക. എന്നിട്ട് ഫ്രൈ പാന് പാകമുള്ളൊരു മൂടി എടുത്ത് വെച്ചിട്ട് അത് അങ്ങനെ മൂടി വയ്ക്കണം. അപ്പം അങ്ങനെ അത് വെന്ത് വരട്ടെ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. പിന്നീട് ഓൾ എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഇതൊക്കെ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറ്റുള്ളവർക്ക്, കൂട്ടുകാർക്കോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഇപ്പോഴത്തെ ആൺകുട്ടികൾ കൂടുതലായിട്ടും ജിമ്മിനൊക്കെ പോണവരാണ്. അപ്പോൾ അവർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും. ലൈക്ക് ചെയ്യാൻ മടിക്കാതെ, വെറുതെ നോക്കി പോവാതെ ലൈക്ക് ചെയ്യുക എല്ലാവരും. അപ്പോൾ അങ്ങനെ ഇത് ഏതാണ്ട് ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ പാകത്തിന് അതിൽ വെള്ളമൊക്കെ വലിച്ചെടുക്കണം നന്നായിട്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഒട്ടും തന്നെ ആ വെളുത്തുള്ളിക്കുള്ള ഓയിൽ കൂടാണ്ട് ഒരു തുള്ളി പോലും ഓയിലില്ലാണ്ടാണ് ഇപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത്.
അങ്ങനെ ഇതിപ്പോൾ ഏതാണ്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. വെന്തുണ്ട്, ഒന്നും കൂടി ഒരു പൊടിയും കൂടി ആവാണ്ട്. ഒരു സ്വല്പം കൂടി മാവാണ്ട്. അപ്പോൾ അതാ പിന്നെ ഞാൻ കറുവപ്പട്ടയും ചതച്ചിട്ടുണ്ടായിരുന്നു, അത് ഇടാൻ മറന്നുപോയി. അതാണ് ആദ്യം തന്നെ ഇടേണ്ടതാണ് അതിൽ. അപ്പോൾ കണ്ടോ, ഓയിൽ നമ്മൾ വഴറ്റിയെടുത്ത പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ചിക്കനിൽ നെയ്യൊക്കെ കൂടിയിട്ട് ഏതാണ്ട് എണ്ണയിൽ ഓയിലിൽ ചെയ്തിട്ടുള്ള പോലെ തന്നെയുണ്ട് ഇപ്പോഴും. അപ്പം അങ്ങനെ അത് റെഡി ആയി കഴിഞ്ഞു. ഇനി ആവശ്യത്തിന് പ്ലേറ്റിലിട്ടിട്ട് നമുക്ക് ചൂടോടെ ഉപയോഗിക്കാം. അപ്പോൾ അത്രയും ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആയിട്ട് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻ്റ് അറിയിക്കുക. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ. ഓക്കെ, അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.